ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെരട്ടുമാങ്ങ അച്ചാറാണ്. അപ്പോൾ പെരട്ടുമാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് പെരട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മസാലയെല്ലാം ആ മാങ്ങ പീസിൽ പെരട്ടിയെടുക്കുക. അപ്പോൾ നമ്മളെടുത്ത മാങ്ങയെല്ലാം ഒന്ന് കീറി വെക്കുക. ഈ കീറുമ്പോൾ തന്നെ നമുക്ക് രസകരമായ കാര്യം, നമ്മളെ ഈ കൂടുതലും വിദേശ രാജ്യങ്ങളൊക്കെ ഇതിനെ പിച്ചാത്തിയാണ് നമ്മൾ കറി പിച്ചാത്തി എന്ന് പറയും. അത് കല്ലിലൊക്കെ ഒന്ന് വെച്ച് രണ്ട് രാഗി നമ്മൾ ഇത് കട്ട് ചെയ്യുക, ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഭംഗിയുള്ള ജോലി തന്നെയാണ്. എന്നാൽ ഈ പിച്ചാത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ ഇത്രയും ബോറ് ജോലിയും വേറെയില്ല. അത് നമ്മൾ ഈ മാങ്ങ പറിക്കുമ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് തൂക്കമൊന്നും വേണ്ട, നമുക്ക് ആവശ്യാനുസരണം മാങ്ങ പറിക്കുക. ആ മാങ്ങ പറിച്ചിട്ട് നമ്മളിത് പീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് വിതറും. ആ ഉപ്പ് വിതറുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമുക്ക് തോന്നുകയാണ് ഇത്ര മതി, അതിനത്ര ഉപ്പ് അതിന് പരിവാണ്, അതൊരു ധാരണ വെച്ച് നമ്മൾ ഇട്ട് പഠിക്കുക. അങ്ങനെ ഇട്ട് പഠിക്കുമ്പോൾ നമുക്ക് പിന്നെ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ പാചകം ചെയ്യാൻ പറ്റും. നമ്മൾ 1/4 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഇതൊന്നും പറയുന്നത് പ്രായോഗികമല്ല. ശരിക്കും നിങ്ങൾ പാചകം ആസ്വദിച്ച് പഠിക്കുന്ന ഒരാളാണ്. ആ ആൾ ചെയ്യുന്ന പാചകത്താണ് ശരിക്കും രുചി കൂടുന്നത്. കാരണം മനസ്സ് പറയുന്നു അത്രയും മതി. അങ്ങനെ 2-3 ട്രിപ്പ് ആകുമ്പോഴത്തേക്കും നിങ്ങളും ഇത് പഠിച്ചു കഴിയുമെന്നുള്ളതാണ് സത്യം. എപ്പോഴും പാചക വീഡിയോകൾ കാണുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നിരന്തരം ചെയ്തിട്ടാണ് അവർ ഈ അളവിൻ്റെ കറക്റ്റ് പറയുന്നത്. പക്ഷേ ഓരോ വ്യക്തിയുടെയും നാവിൻ്റെ രുചി വ്യത്യസ്ത അളവിലാണ് എന്നുള്ള വസ്തുത ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മളിതിനെ പുരട്ടി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ, ആ പുരട്ടി വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, അതുപോലെ നമ്മളതിനകത്ത് ഇഞ്ചി, ഇതൊക്കെ ഗ്രാമീണ മേഖലയിൽ പൊതുവെ ഇടുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അതിട്ടു ഇതിട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം അങ്ങോട്ട് കിടന്നൊന്ന് മൂക്കുന്നുണ്ട്. ഇത് കാണുന്നവർക്ക് തന്നെ അറിയാം ഇന്നതാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അതങ്ങോട്ട് മൂക്കുമ്പോൾ ഒരു പകുതി പരുവാകുമ്പോൾ നമ്മൾ കടുക് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പം ഈ കടുക് പൊട്ടുമ്പോഴത്തേന് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഏകദേശം ചുമന്ന് കഴിയും. അങ്ങനെ ചുമന്ന് വരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി തയ്യാറാക്കി വെച്ചു, അതങ്ങോട്ട് വിതറി. അത് വിതറുമ്പം നമുക്ക് ഈ മാങ്ങ കാണുമ്പോൾ തോന്നുകയാണ് ഇത്ര മുളക് പൊടി മതി, ആ അളവ് നമുക്ക് ഒരു മനസ്സിൽ വരും. അങ്ങ് 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ എരിവ് കൂടുതലാന്ന് വെച്ചോ, അടുത്ത പ്രാവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്തിരിക്കും. ഇത്ര മതി എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കും. ഇതാണ് ശരിക്കും പാചകത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ തന്നെ പിന്നീട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാങ്ങ വാരി അതിലേക്ക് വിതറി അത് അങ്ങോട്ട് ഇളക്കി പിടിപ്പിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ചോണം, ഇതിന് നമ്മൾ കടുമാങ്ങയുടെ രീതിയല്ല അവലംബിക്കുന്നത്. ഇത് നമ്മൾ തീയൊക്കെ കുറച്ച് വെക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ പുരട്ടിയെടുക്കണം, മസാലയിൽ പുരട്ടിയെടുക്കണം. അപ്പോൾ ആ പുരട്ടിയെടുക്കുമ്പോൾ ഇത് കുറച്ച് നേരം സ്റ്റീം കുറച്ച് വെച്ച് പുരട്ടിയെടുക്കാം. ഇതിനൊരു പ്രത്യേക രുചിയായിരിക്കും. ഈ പുരട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു കർമ്മമാണ്. ഇച്ചിരി ക്ഷമയൊക്കെ വേണം. നമ്മൾ ആദ്യം ഉപ്പ് കളഞ്ഞതുമല്ല, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അതല്പം നമ്മൾ വീണ്ടും ഇതിനകത്ത് ചേർത്ത് ഇനി അതിലേക്ക് നമ്മൾ അല്പം ഉലുവാപ്പൊടി ചേർന്ന്. അപ്പോൾ ഇതെല്ലാം ഈ ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ വേറൊരാൾ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ രുചിക്ക് അത് അനുയോജ്യമായി വരണമെന്നില്ല. ഇപ്പോൾ അതിനുശേഷം നമ്മൾ കായപ്പൊടി ചേർന്ന്. ഇതൊക്കെ കായപ്പൊടിയൊക്കെ ചേർമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രത്യേക മണവും അതിൻ്റെ ഒരു വൈബുണ്ട്. നമ്മൾ ഈ അച്ചാറൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഈ ഉടനെ അവിടെ നിന്ന് ആവിലോട്ടിടുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അതാണ് നമുക്ക് ഈ അച്ചാർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മളിതൊന്ന് ഇളക്കിയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടോ, ഇതിപ്പം അതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റായി വരുവാണ്. അപ്പോൾ ഈ കൂട്ടൊക്കെ കറക്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു അച്ചാർ ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് വെള്ളം കൊണ്ടുപോയി ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിൻ്റെ രുചി പറയാതെ തന്നെ. നമ്മളിത് പുരട്ടി എടുക്കുമ്പോൾ വളരെ ക്ഷമ വേണം. ഇത് പെതുക്കെ ഇളക്കി മസാല ചേരുവകൾ മൊത്തം ഈ മാങ്ങായെ നമ്മൾ പുരട്ടിച്ചെടുക്കുക. കാരണം നിങ്ങൾക്ക് കണ്ടറിയാം വളരെ ചെറിയ ഫ്ലെയിമിലായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഫ്ലെയിം കൂടിപ്പോയുള്ള പ്രശ്നം പറഞ്ഞാൽ വെന്ത് പോയാൽ ഈ അച്ചാറിൻ്റെ രുചി തന്നെ മാറിപ്പോകും. അതാണ് വേറൊരു കാര്യം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
അച്ചാറിൻ്റെ രുചി മാറിപ്പോകാതിരിക്കാൻ എപ്പോഴും തീ കൊടുക്കുക. കാരണം കറക്റ്റ് രുചി കഴിക്കണം. വെന്ത് പോയാൽ നമുക്ക് ഈ പുഴുക്ക് കഴിക്കുന്നത് പിന്നെ വേറൊരു രുചിയാണ്. പിന്നെ നമുക്ക് ആ രുചി നമുക്ക് അങ്ങോട്ടൊരു സുഖം തോന്നത്തില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ പറയാനുള്ള കാര്യം, എൻ്റെ മറ്റു ചില വീഡിയോകളും പാചകത്തിനുണ്ട്. തീർച്ചയായിട്ടും വലിയ കൃത്രിമത്വങ്ങളില്ലാത്ത പാചക രീതിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഒരു 4-5 വീഡിയോ കാണുമ്പോൾ അറിയാം ഇതെല്ലാം നമ്മൾ മനസ്സാസ്വദിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ അളവ് പറയാത്തത്. കാരണം നിങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറേശ്ശെ സ്വയം ചെയ്ത് അതിൻ്റെ കറക്റ്റ് ലെവലിൽ നിങ്ങളൊരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്തു. അതാണ് പാചകത്തിന് യഥാർത്ഥ പഠനമെന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ സഭ്യതയുള്ളത് മാത്രമാണോ എന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.